Dear students, അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോ ആയിട്ട് നോൺ ഫെറസ് മെറ്റൽസിനെ കുറിച്ചിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഫെറസ് മെറ്റൽസ് കഴിഞ്ഞതിന് ശേഷം നോൺ ഫെറസ് മെറ്റൽസിലെ ഒരുപാട് ടൈപ്സ് ഓഫ് നോൺ ഫെറസ് മെറ്റൽസിനെ കുറിച്ച് നമ്മൾ വീഡിയോയിൽ പഠിച്ചു കഴിഞ്ഞു. കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ലെഡ് എന്ന് പറയുന്ന ഒരു നോൺ ഫെറസ് മെറ്റൽസിനെ കുറിച്ചാണ് പഠിച്ചത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സിങ്കും അതുപോലെ തന്നെ സിങ്കും ടിന്നിനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സിങ്കൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു നോൺ ഫെറസ് മെറ്റലാണ്. ഓക്കെ, നമുക്ക് നോക്കാം എന്തൊക്കെയാണ് സിങ്കിൻ്റെ ഉപയോഗങ്ങൾ അഥവാ യൂസേഴ്സ് എന്തൊക്കെയാണ് നോക്കാം. ഫസ്റ്റ് പോയിന്റ് നോക്കാം, പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് ഓൺ മൈൽഡ് സ്റ്റീൽ. ഓക്കെ, എന്താ പറയുന്നത്? പ്രൊട്ടക്റ്റീവ് കോട്ടിംഗ് ഓൺ മൈൽഡ് സ്റ്റീൽ എന്നാണ് പറയുന്നത്. അതായത് മൈൽഡ് സ്റ്റീൽ മെറ്റീരിയലിൻ്റെ മുകളിൽ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കോട്ടിങ് കൊടുക്കാൻ വേണ്ടി നമ്മൾ സിങ്കിന് ഉപയോഗിക്കും. ബ്രാക്കറ്റിൽ ഗാൽവനൈസിങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഗാൽവനൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. നമ്മൾ GI ഷീറ്റ് എന്ന് കേട്ടിട്ടുണ്ടാവും, GI ഷീറ്റ് അല്ലേ. GI ഷീറ്റ് തുരുമ്പ് പിടിക്കാത്ത ഷീറ്റാണ് GI ഷീറ്റ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആ ഗാൽവനൈസ് ആണ് ഈ G എന്ന് പറയുന്ന മീനിങ്. ഓക്കെ, അപ്പോൾ ഗാൽവനൈസേഷന് നമ്മൾ സിങ്കാണ് യൂസ് ചെയ്യുക. മൈൽഡ് സ്റ്റീലിൻ്റെ പൈപ്പിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ മുകളിൽ ഒരു പ്രൊട്ടക്റ്റീവ് കോട്ട്, അതായത് തുരുമ്പും കാര്യങ്ങളൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ സിങ്ക് ഉപയോഗിക്കും. പിന്നെ രണ്ടാമത്തെ പോയിന്റ്, ഷീറ്റ്സ് ആർ യൂസ്ഡ് ഫോർ റൂഫിംഗ്. നമ്മൾ പരസ്യത്തിലൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടായിരിക്കും GI ഷീറ്റ് എന്നൊക്കെ. സിങ്കിൻ്റെ ഷീറ്റ് എന്ത് ചെയ്യും, നമ്മുടെ റൂഫിങ്ങിന്, നമ്മുടെ വീടിൻ്റെ ഒക്കെ റൂഫിങ്ങിന് നമ്മൾ ഉപയോഗിക്കും. ഓക്കെ, കാരണം മഴയും കാര്യങ്ങളൊക്കെ പെയ്യും, അപ്പോഴും തുരുമ്പും കാര്യങ്ങളൊന്നും വരാതെ സംരക്ഷിക്കേണ്ട ചുമതലയുണ്ട്. കാരണം എന്താണ്, നമുക്ക് ഷീറ്റ്സ് ആർ യൂസ്ഡ് ഫോർ റൂഫിങ്ങിൻ്റെ പർപ്പസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഷീറ്റും കാര്യങ്ങളൊക്കെ ഷീറ്റിങ്ങിന് ഉപയോഗിക്കാൻ പറ്റും. മൂന്നാമത്തെ പോയിന്റ് എന്താണ്, കാസ്റ്റിങ്സ് യൂസ്ഡ് ഇൻ മെനി ഇൻഡസ്ട്രീസ്. ഒരുപാട് ഇൻഡസ്ട്രിയിൽ കാസ്റ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കും. നിങ്ങളിവിടെ റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ സിങ്കിൻ്റെ ഷീറ്റുകൾ കാണാൻ പറ്റൂട്ടോ. അങ്ങനെ ഷീറ്റ് അടുക്കി വെച്ചിട്ടുള്ളതാണ് കാണുന്നത്. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ് എന്താണ്, കാസ്റ്റിങ്സ് യൂസ്ഡ് ഇൻ മെനി ഇൻഡസ്ട്രീസ്. ഒരുപാട് ഇൻഡസ്ട്രീസിൽ കാസ്റ്റിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, സിങ്ക് എന്ന് പറയുന്ന നമ്മുടെ ഈ നോൺ ഫെറസ് മെറ്റൽ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, നാലാമത്തെ പോയിന്റ്, സിങ്ക് ഓഫൻ യൂസ്ഡ് വിത്ത് അതർ മെറ്റൽസ് ടു ഫോം അലോയ്സ്. അലോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ മെറ്റൽസ് തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഉണ്ടാക്കുന്നതിനാണ് അലോയ് എന്ന് പറയാം. അപ്പോൾ നാലാമത്തെ പോയിന്റും അത് തന്നെയാണ് പറയുന്നത്, സിങ്ക് എന്ത് ചെയ്യുന്നുണ്ട്, മറ്റു മെറ്റീരിയൽസിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ട് സിങ്ക് ഒരു അലോയ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, സിങ്കിൻ്റെ പ്രോപ്പർട്ടിയും അതുപോലെ ആ മറ്റൊരു മെറ്റലിൻ്റെ പ്രോപ്പർട്ടിയും കൂടി ചേരുമ്പോൾ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പ്രോപ്പർട്ടീസും കാര്യങ്ങളും നമുക്ക് കിട്ടും. ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സിങ്കിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ലാസ്റ്റ് പോയിന്റ് നോക്കാം, സിങ്ക് ഓഫൺ ഫോംസ് പ്രൊട്ടക്റ്റീവ് ലെയർ ഓൺ സ്റ്റീൽ ആൻഡ് അയൺ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈൽഡ് സ്റ്റീൽ പോലെ തന്നെ സ്റ്റീലിനും അയേണിനും ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഔട്ടർ മോസ്റ്റിൽ ഒരു ലെയർ, ഒരു കോട്ടിങ് കൊടുക്കുന്ന പോലെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സിങ്കിനെ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, ഇതൊക്കെ സിങ്കിൻ്റെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂസസ് ആണ്. ഇതിൻ്റെ ഉപയോഗങ്ങളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. ഓക്കെ, ഇനി സ്വാഭാവികമായിട്ടും അതിന് ഒരുപാട് പ്രോപ്പർട്ടികൾ ഉണ്ടായിരിക്കും അല്ലേ. ആ ഒരു മെറ്റലിന് സ്വാഭാവികമായിട്ടുള്ള ഓരോരോ പ്രോപ്പർട്ടീസ് ഉണ്ടായിരിക്കും. അതെന്തൊക്കെയാണ് നോക്കാം. അതിൽ ഫസ്റ്റ്, ഷീറ്റ് മെറ്റൽ ഫോൾസ് ഈസിലി ആൻഡ് ക്യാൻ ബി സോൾഡഡ്. ഷീറ്റ് മെറ്റൽ ആക്കുമ്പോൾ നമുക്ക് അതിനെ ഫോൾഡ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഫോൾഡ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫുൾ ഒരു സർക്കുലർ ഷേപ്പിലേക്ക് മാറ്റാൻ, നമ്മളിപ്പോൾ ലോറിയിലൊക്കെ ഒരുപാട് ഷീറ്റൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ നമ്മുടെ സിങ്കിനെ പെട്ടെന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ സോൾഡറിങ് പർപ്പസിനൊക്കെ ഉപയോഗിക്കാം. അത് കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട്, നമുക്ക് സോൾഡറിങ് പർപ്പസിനും കാര്യത്തിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിങ്ക് ഉപയോഗിക്കാം. രണ്ടാമത്തെ പോയിന്റ്, കാസ്റ്റിങ്സ് ആർ ബ്രിട്ടിൽ ആൻഡ് ഷോ ക്ലിയർലി വിസിബിൾ ഗ്രെയിൻസ്. കാസ്റ്റിങ്സ് ഒക്കെ നല്ല ബ്രിട്ടിൽ കാസ്റ്റിങ്സ് ആയിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെ വിസിബിൾ ഗ്രെയിൻസ്, അതിൻ്റെ ഗ്രെയിൻ സ്ട്രക്ചറൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ സാധിക്കും. മൂന്നാമത്തത്, റെസിസ്റ്റൻറ്റ് ടു അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ. നമ്മുടെ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ, നമ്മുടെ കാലാവസ്ഥയിലെ നമുക്കറിയാം, കാലാവസ്ഥയിൽ ഒരുപാട് മാറ്റം ഉണ്ടാകും. ചിലപ്പോൾ തണുപ്പായിരിക്കും, മഴയായിരിക്കും, ചൂടായിരിക്കും, പൊടിപടലങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ അന്തരീക്ഷത്തിലുണ്ട് അല്ലേ, നമ്മുടെ അറ്റ്മോസ്ഫിയറിലുണ്ട്. അതിൻ്റെ കണ്ടീഷൻസ് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. പക്ഷെ അതിനൊക്കെ പ്രതിരോധിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്, നമ്മുടെ സിങ്ക് എന്ന് പറയുന്ന ഈ നോൺ ഫെറസ് മെറ്റൽസിനുണ്ട് അല്ലേ. പെട്ടെന്ന് തുരുമ്പൊടിക്കാതൊക്കെ സംരക്ഷിക്കാനുള്ള കാര്യങ്ങളൊക്കെ എന്തുണ്ട്, നമ്മുടെ സിങ്കിന് ഉണ്ട്. അത് സിങ്കിൻ്റെ ഏറ്റവും വലിയൊരു പ്രോപ്പർട്ടി തന്നെയാണ്. അടുത്തത്, മെൽറ്റിംഗ് പോയിന്റ് ഓഫ് സിങ്ക് 419 ഡിഗ്രി സെൽഷ്യസ് ആണ്. മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ അത് ഉരുകാൻ തുടങ്ങുന്നത്. ഓക്കെ, മെൽറ്റായി പോകുന്ന, അലിഞ്ഞു പോകാന്നൊക്കെ ഒരു മീനിങ് വരും. മെൽറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഉരുകി തുടങ്ങുന്ന ആ ഒരു പോയിന്റാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മളെല്ലാ മെക്കാനിക്കൽ ആൾക്കാരും അറിഞ്ഞിരിക്കേണ്ടതാണ്. സിങ്കിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 419 ഡിഗ്രി സെൽഷ്യസ്. അതിന് മുന്നേ നമ്മൾ കോപ്പറിൻ്റെ അലുമിനിയത്തിൻ്റെ ഒക്കെ പഠിച്ചതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, സിങ്കിൻ്റെയും കൂടി ഓർത്ത് വയ്ക്കുക. 419 ഡിഗ്രി സെൽഷ്യസ് ആണ് നമ്മുടെ സിങ്കിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, 100% സിങ്ക് എന്ന് പറഞ്ഞാൽ സിങ്ക് ഒരു എലമെൻ്റ് ആണ്. 100% സിങ്ക് എന്ന് പറഞ്ഞാൽ അതൊരു എലമെൻ്റ് ആയിട്ട് നിൽക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നും കൂടി പറയുകയാണ്, അതിൻ്റെ യൂസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
മൈൽഡ് സ്റ്റീലിങ്ങിൻ്റെ കോട്ടിങ്, അതുപോലെ നമ്മുടെ വീടിൻ്റെ ഇതിൻ്റെയൊക്കെ റൂഫിംഗ് പർപ്പസിന്, അതുപോലെ ഒരുപാട് ഇൻഡസ്ട്രികളിൽ കാസ്റ്റിംഗ് പർപ്പസിന് ഉപയോഗിക്കും. പിന്നീട് നമ്മൾ ഇതിനെ അലോയി ആയിട്ട് ഉപയോഗിക്കും, വേറെ മെറ്റൽസിൻ്റെ ഒക്കെ കൂടെ കൂട്ടിച്ചേർത്തിട്ട് അലോയി ആയിട്ട് ഉപയോഗിക്കും. അതുപോലെ സ്റ്റീലിൻ്റെയും അയണിൻ്റെയൊക്കെ ഒരു പ്രൊട്ടക്റ്റീവ് ലെയർ ആയിട്ടൊക്കെ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്, നോൺ ഫെറസ് മെറ്റലിൻ്റെ സിങ്കിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഫോൾഡ് ചെയ്യാനൊക്കെ എളുപ്പമാണ്, അതുപോലെ വിസിബിൾ ഗ്രെയിൻസ് ആണ്, കാസ്റ്റിംഗ് ഒക്കെ നല്ല ബ്രിട്ടിലായിരിക്കും, അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസിനൊക്കെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്? സിങ്കിനുണ്ട്. അതുപോലെ സിങ്കിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 419 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു നോൺ ഫെറസ് മെറ്റൽ ആയിട്ടുള്ള സിങ്ക് എന്ന് പറയുന്ന ഈ ഒരു നോൺ ഫെറസ് മെറ്റലിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നോൺ ഫെറസ് മെറ്റലാണ് ഇത് സിങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ യൂസേജും ഈ ഒരു വീഡിയോയിൽ നിന്ന് മനസ്സിലായി നമ്മൾ വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.